ഭ്രാന്ത്, ഭൂതം, സാത്താൻ, ഈ വിഷയങ്ങളെപ്പറ്റി ചില കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളുടെ പ്രത്യേകതകൾ മാനിച്ചാണ് ഞാൻ ഇപ്രകാരമുള്ള ഒരു കണ്ണട കൂടെ സംഘടിപ്പിച്ച് നിങ്ങളുടെ മുൻപിൽ എന്നെ തന്നെ അവതരിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അതിൽ അപാകതയൊന്നുമില്ല. എന്നാൽ അത് മാത്രമല്ല അതിൻ്റെ കാരണമെന്ന് ഒന്ന് സൂചിപ്പിക്കുക മാത്രം ചെയ്യുകയാണ്. യഥാർത്ഥ കാരണം വെളിപ്പെടുത്തേണ്ട ആവശ്യവുമില്ല എന്ന് കരുതുന്നു. ഒരിക്കൽ ഞാൻ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ അവിടെയുള്ള മെൻ്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് സന്ദർശിച്ചപ്പോൾ രോഗിയായിട്ടല്ല, അവരെന്നെ ക്ഷണിച്ച് ചില സംഭാഷണങ്ങൾക്ക് താല്പര്യമുണ്ട്. ജേക്കബ് കെ ജോൺ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തായിരുന്നു അതിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്. അദ്ദേഹം അവിടുന്ന് റിട്ടയർ ചെയ്തിട്ട് കുറച്ച് നാളായി. അതിനുശേഷം ഞാൻ എൻ്റെ യാത്രാമധ്യേ ബ്രൂണയിൽ ചെന്നപ്പോൾ അവിടെ അദ്ദേഹത്തെ കണ്ടുമുട്ടി. വളരെ പ്രാഗൽഭ്യത്തോടെ ജോലി ചെയ്യുന്ന ആത്മാർത്ഥതയുള്ള ഒരു നല്ല സുഹൃത്താണ് ജേക്കബ് കെ ജോൺ. അപ്പോൾ അദ്ദേഹം ക്ഷണിച്ചതുകൊണ്ട് ഞാനവിടെ പോവുകയും ഒരു ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ ആ ചർച്ചയുടെ പ്രധാന ചോദ്യമായി എന്നോട് അവർ ചോദിച്ചത്, മനഃശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് ഭൂതബാധയെപ്പറ്റി ഞങ്ങളുടേതായ വിവക്ഷയുണ്ട്. താങ്കൾ ഒരു തിയോളജിയനാണല്ലോ, ഭൂതം എന്ന ആശയത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ്? അറിയാൻ താല്പര്യമുണ്ട് എന്ന് അവർ അറിയിച്ചത് എൻ്റെ ഓർമ്മ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് പലർക്കും ഈ ഒരു വിഷയത്തെപ്പറ്റി അറിയാൻ താല്പര്യമുണ്ട്. ഞാനിതിൻ്റെ ഒരു എക്സ്പേർട്ടൊന്നുമല്ല, എന്നാൽ അല്പം ചില കാര്യങ്ങൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ ഇടയായിട്ടുണ്ട്. അത് ഞാൻ അതിൻ്റെ പ്രാഥമികമായ വിധത്തിൽ തന്നെ നിങ്ങളുമായി പങ്കിടുകയാണ്. താല്പര്യമുള്ളവർ ഇതിനെ ആസ്പദമാക്കി കുറച്ചുകൂടെ മുൻപോട്ട് ചിന്തിക്കും എന്നെനിക്ക് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഭ്രാന്ത്, ഭൂതം, പിന്നെ സാത്താൻ, ഈ വിഷയത്തിൽ നാം ഏറ്റവും പ്രധാനമായും ചിന്തിപ്പിക്കേണ്ട ഒരു സാഹചര്യം സൂചിപ്പിച്ചുകൊണ്ട് ആരംഭിക്കുന്നതായിരിക്കും ഉചിതം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഒരു നിർണായക ഘട്ടത്തിൽ യേശു പത്രോസിനെ അഭിസംബോധന ചെയ്ത് അവനോട് പറയുന്നു, സാത്താനെ എന്നെ വിട്ടുപോകും. അപ്പോൾ പത്രോസിലും സാത്താൻ്റെ മർമ്മം പ്രവർത്തിക്കുന്നുണ്ട്. അതാരിലും ഏത് സമയത്തും പ്രവർത്തിക്കാം എന്ന ഒരു വെളിപ്പെടുത്തലാണ് അവിടെ സംഭവിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇതിനെപ്പറ്റി ഇതിൻ്റെ വേദശാസ്ത്രപരമായ വശങ്ങൾ അറിയുവാൻ നന്നേ പരിശ്രമിച്ചിട്ടുണ്ട്, അനേക പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും തൃപ്തികരമായ ഒരു വിവക്ഷയും ഒരു ഇൻ്റർപ്രിട്ടേഷനും പുസ്തകങ്ങളിൽ നിന്നോ മറ്റ് വേദശാസ്ത്ര പണ്ഡിതന്മാരിൽ നിന്നോ നാളിതുവരെ എനിക്ക് പ്രാപിക്കാനുള്ള ഭാഗ്യം ലഭിച്ചില്ല എന്ന ഒരു നിരാശ ഈ സമയത്ത് അല്പം ഒന്ന് വെളിപ്പെടുത്തട്ടെ. പിന്നെ നാം സാധാരണ ഭാഷയിലേക്ക് വരുമ്പോൾ എന്നെപ്പോലെ നിങ്ങളും പലതവണ കേട്ട് കാണും, അതിര് വിട്ട് പ്രവർത്തിക്കുന്ന ആളുകളോട് അത് കണ്ടു നിൽക്കുന്ന ചിലർക്ക് ചോദിക്കും, നിനക്കെന്താ ഭ്രാന്താണോ എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട്. നിനക്കെന്താ ഭ്രാന്താണ്, അല്ലേ പറയാം അവന് ഭ്രാന്ത് എന്ന് പറയും. ഉദാഹരണമായിട്ട് അടുത്ത ഭവനത്തിൽ നല്ലൊരു ഭാര്യ, അവളോട് ദിവസവും ശണ്ട കൂടുന്ന ഭർത്താവ്, മറ്റൊന്നും കൊണ്ടല്ല, ചില കള്ള് കുടിക്കുന്നത്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പുറത്തെ വീട്ടിലെ അമ്മയോ അല്ലെങ്കിൽ അവിടുത്തെ ഭാര്യയോ മകളോ പറയോ അവന് വട്ട, അവന് ഭ്രാന്ത എന്ന് പറയും. അപ്പം അങ്ങനൊരു അനുഭവമുണ്ട്. അപ്പോൾ ആ അനുഭവം നിങ്ങളൊന്ന് പരിശോധിച്ചാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ആ ഭ്രാന്ത്, അത് ഭ്രാന്തിൻ്റെ അവസ്ഥയാണെന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ പ്രവർത്തിക്കുന്ന വ്യക്തി
ഒരേ ഒരു വികാരത്തിൻ്റെ മാത്രം അടിമയായി പ്രവർത്തിക്കുന്നു എന്നത് മാത്രമാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് ഒരുത്തൻ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും ശുണ്ഠി വരുമ്പോൾ അവൻ്റെ ഭാര്യയെ ദേഹോദ്രവം ഏൽപ്പിക്കുന്നത്? കോപം വന്നിട്ടാണ്. കോപം വരിക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ആ അവസ്ഥയിൽ അവൻ്റെ വ്യക്തിത്വത്തെ ആകെ നിയന്ത്രിക്കുന്ന, മുഴുവനും നിയന്ത്രിക്കുന്ന ഏക മർമ്മം, ഏക വികാരം കോപം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഇത് വളരെ വിലയേറിയ ഒരു തിരിച്ചറിവ് നമ്മുടെ സാധാരണ സംഭാഷണ രീതിയിലുണ്ട് എന്നത് ഒന്ന് സൂചിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഒരു വളരെ വളരെ വിലയേറിയ ഒരു തിരിച്ചറിവ് ഇവിടെയുണ്ട്. ഞാൻ സാധാരണ സംഭാഷണ രീതിയിൽ ശ്രദ്ധിക്കുന്നതിൻ്റെ ഒരു കാര്യം, അതിൽ നിന്ന് പുസ്തകങ്ങളിൽ നിന്ന് പ്രാപിക്കാൻ കഴിയാത്ത സാമാന്യ ബുദ്ധി വല്ലപ്പോഴുമൊക്കെ, എപ്പോഴുമില്ല, പ്രാപിപ്പാൻ സാധ്യമാണ് എന്നതുകൊണ്ടാണ്. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, അത് ചില ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു വിലയേറിയ ഒരു അറിവ് ഭാഷയിലുണ്ട്. ബുദ്ധിമുട്ട് എന്താണ്? പ്രയാസങ്ങളിൽ അല്ലെങ്കിൽ ക്ലേശമേറിയ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നമ്മുടെ ബുദ്ധി ഉണരുകയുള്ളൂ. എന്തെങ്കിലും ഒന്ന് മുട്ടിയാൽ മാത്രമേ ഉണരുക. ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഒരാളിനെ ഉണർത്താനായിട്ട് നമ്മളൊന്ന് തട്ടി ഉണർത്തത്തില്ലേ? അതുപോലെ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ ചിന്താശക്തിയെ, തലച്ചോറിനെ ഉണർത്തുവാൻ പര്യാപ്തമായ ചില അനുഭവങ്ങളിൽ കൂടെ നാം കടന്നു പോകുന്നതിനെ പറ്റിയാണ് ഭാഷയിൽ ഇപ്രകാരം പറയുന്നത്. അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബുദ്ധിയിൽ വന്ന് മുട്ടുന്ന ഒരു ഘടകം അതിലുണ്ട്. സാധാരണ ആളുകൾ അതങ്ങ് ഒഴിവാക്കണമെന്ന് പറയും. പക്ഷേ ബുദ്ധി വളർത്താൻ താല്പര്യമുള്ളവർ ഞാൻ അതിൽ കൂടെ തീർച്ചയായും കടന്നു പോകേണ്ടത് തന്നെയാണ്. ആ അവസ്ഥയിലും സന്തോഷിക്കും, പ്രത്യാശയോടുകൂടെ ആ അവസ്ഥയിൽ കൂടെ കടന്നു പോകും. ബഹുഭൂരിപക്ഷം ആളുകളും അതിൽ വിജയം പ്രാപിക്കുകയും അതിൻ്റെ നന്മ നിലനിർത്തുകയും ചെയ്യും എന്നൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇങ്ങനെ നാം അല്പം ഒന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാകും, ഭ്രാന്ത് എന്ന നാം സാധാരണ വിവക്ഷിക്കുന്നത്, എന്ന വാക്കുകൊണ്ട് നാം സാധാരണ വിവക്ഷിക്കുന്നത്, ഒരു മനുഷ്യൻ ഒരേ ഒരു വികാരത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ പ്രവർത്തനം, ആ പ്രതികരണം എപ്പോഴും സീമകൾ ലംഘിക്കുന്നതായിരിക്കും, അതിരുകളെ അതിജീവിക്കുന്നതായിരിക്കും. കടിഞ്ഞാണില്ലാതെ, നിയന്ത്രണമില്ലാതെ. ഭ്രാന്ത് പിടിച്ച ഒരാളിൽ നിന്ന് ആത്മസംയമത്തോടെ സ്വയനിയന്ത്രണത്തിൽ പറയണമെന്നോ പ്രവർത്തിക്കണമെന്നോ ആരും പ്രതീക്ഷിക്കുകയില്ല. അവനൊരു വട്ടനാണ്, അവന് ഭ്രാന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് പൂർണ്ണ സ്വാതന്ത്ര്യം. പിന്നെ അവനിൽ നിന്ന് ആരും ഒന്നും പ്രതീക്ഷിക്കുകയില്ല. അപ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം സമൂഹത്തിലുള്ളത്? ഭ്രാന്തന്മാർക്കാണ്. എന്നാൽ അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇതാണ് പൊതുവെ മനസ്സിലാക്കാതിരിക്കുന്നൊരു മർമ്മം. ആരാണ് ഈ ഭ്രാന്തന്മാർ? ഒരേ ഒരു വികാരത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ എന്ന് പറഞ്ഞാൽ അടിമത്തത്തിൽ ആരൊക്കെ പ്രവർത്തിക്കുന്നുവോ അവരെല്ലാം ആ അവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം ഭ്രാന്തന്മാരാണ്. അത് തന്നെയാണ് വേദപുസ്തകത്തിലും ഭൂതഗ്രസ്തർ എന്ന് പറയുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഗദര എന്ന് പറയുന്ന സ്ഥലത്ത് യേശു കടന്നു ചെല്ലുമ്പോൾ ഒരു ഭൂതഗ്രസ്തനെ കണ്ടുമുട്ടുന്നുണ്ട്. അവൻ്റെ അവസ്ഥ ആ ഭാഗം നന്നേ കൃത്യമായി വർണ്ണിക്കുന്നുണ്ട്. അവൻ അക്രമാസക്തിയുടെ അടിമയാണ്. അവൻ കല്ലുകൊണ്ട് സ്വയം ഇടിച്ച് ചതച്ച് വാവിട്ട് വിളിച്ചു കൂവി ചങ്ങലകൾ പൊട്ടിച്ച് ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ അവൻ അക്രമാസക്തിയുടെ ആവിഷ്കാരമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആ സമൂഹത്തിന് അറിയാൻ വയ്യാഞ്ഞതുകൊണ്ട് അവനെ സമൂഹത്തിൻ്റെ വെളിയിലേക്ക് നിഷ്കാസിച്ച് അവനിപ്പോൾ ഒരു ശവക്കോട്ടയിൽ അഭയം പ്രാപിച്ച് കഴിയുകയാണ്. അപ്പോൾ അവനെ പിടിച്ചിരിക്കുന്ന ഭൂതമെന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലുമുള്ള അക്രമാസക്തി. എന്നാൽ മറ്റുള്ളവരും അവനുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, മറ്റുള്ളവർ അവരുടെ അക്രമാസക്തിയെ ഒരു തോതിൽ എങ്കിലും നിയന്ത്രിക്കുവാനും അത് അതിര് കവിഞ്ഞു പോകാതെ, കടിഞ്ഞാൻ പൊട്ടിപ്പോകാതെ
സംരക്ഷിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ശവക്കോട്ടയിൽ ജപിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ കഴിയാം. സമൂഹത്തിൻ്റെ ഇടങ്ങളിൽ അവർക്ക് സ്ഥാനമുണ്ട്. ചിലപ്പോൾ സമൂഹത്തിലെ മാന്യന്മാരായും അവർക്ക് കഴിയാം. അതുകൊണ്ട് അവർക്ക് കോപം വരത്തില്ല എന്ന് യാതൊരു അർത്ഥമില്ല എന്ന് ഞാൻ പറയാതെ തന്നെ അവർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു വികാരത്തിൻ്റെ അടിമയാകുന്നത് വളരെ അപകടമാണ്. അത് അവൻ്റെ മനുഷ്യത്വത്തിൻ്റെയും മാന്യതയുടെയും ശാപമാണ്. ഉദാഹരണമായിട്ട് ചില ആളുകൾ കാമബോധത്തിൻ്റെ വികാരത്തിൻ്റെ അടിമയാണ്. ആകെപ്പാടെ ഒരേ ഒരു താല്പര്യം, ഒരേ ഒരു വികാരം. ചില ആളുകൾ അതുപോലെ പണക്കൊതി. നമ്മുടെ ഇടയിൽ പഠിച്ചിട്ടുണ്ട്, സുറിയാനി ക്രിസ്ത്യാനി കവണ് വീണ പണം കൊണ്ട് എഴുന്നേക്കത്തുള്ളൂ. അത് അങ്ങനെയുള്ള ആളുകളുടെ വ്യക്തിത്വം ഒരേ ഒരു മർമ്മത്തെ മാത്രം കേന്ദ്രീകരിച്ച് എപ്പോഴും പ്രവർത്തിക്കും. അവരാ മർമ്മത്തിൻ്റെ അടിമകളാണ് എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഈ ഒരു പശ്ചാത്തലത്തിൽ യേശു പറഞ്ഞില്ല, ഞാൻ അടിമകളെ വിടുവിക്കാൻ വന്നു. അതിൻ്റെ യഥാർത്ഥ ആത്മീയ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യൻ്റെ ഏറ്റവും വലിയ അധപ്പതനം എന്താണ്? മനുഷ്യൻ്റെ യഥാർത്ഥ അധപ്പതനം എന്താണ്? ധാർമ്മികവും ആത്മീയവും മാനുഷികവുമായ അടിമത്വം എന്താണ്? ഒരേ ഒരു വികാരത്തിൻ്റെ മാത്രം, ഒരേ ഒരു താല്പര്യത്തിന് മാത്രം അടിമയായിത്തീരുക. മറ്റൊന്നിനും താല്പര്യമില്ല, മറ്റൊന്നിനും അർത്ഥം കൽപ്പിക്കാൻ സാധ്യമല്ല. എനിക്കിത് മാത്രം. ചിലരുണ്ട് തിന്നണം. അവർ തിന്നുന്നതിന് വേണ്ടി മാത്രം ജീവിക്കും. അത് ഒരു തരത്തിലുള്ള ഭ്രാന്താണ്. അതും ഒരു തരത്തിലുള്ള ഭൂതഗ്രസ്ത അവസ്ഥയാണ്. അവരുടെ ഭൂതം അവരുടെ വയറ്റിനകത്താണ്. പണക്കൊതിയന്മാരുടെ ഭൂതം അവരുടെ പോക്കറ്റിലാണ് ഇരിക്കുന്നത്. കോപം കൊണ്ട് നിൽക്കുന്ന കോപം എപ്പോഴും കോപിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളുടെ ഭൂതം അവരുടെ ശരീരത്തിൽ ആകമാനമാണ്. ഇതാണത്തെ കാര്യം. എന്നാൽ മനുഷ്യനെന്ന് പറഞ്ഞാൽ മനുഷ്യത്വത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവം അതിൻ്റെ സന്തുലിതമായ അവസ്ഥയാണ്. അപ്പോൾ കോപത്തിനും അതിൻ്റേതായ ഒരിടമുണ്ട്. ഒരു വ്യക്തി ഒരിക്കലും കോപിക്കരുത് എന്ന് പറയുന്നത് സാധ്യമല്ല. എന്നാൽ കോപത്തെ നിയന്ത്രിക്കുകയും അതിനർഹിക്കുന്ന ആ പ്രാബല്യം മാത്രം കൽപ്പിക്കുകയും ചെയ്യുക, അതാണ് പക്വതയുടെ സ്വഭാവം. ഇപ്പം കോപം 100% മാറ്റിക്കഴിഞ്ഞാൽ, ഒരു കാലത്ത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ 70കളിലും 80കളിലുമൊക്കെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം, ആളുകളെ കോപത്തിൽ നിന്നും അക്രമാസക്തിയിൽ നിന്നും വിടുവിക്കാനായിട്ട് അവരുടെ തലച്ചോറിലൊരു ചെറിയ സർജറി നടത്തിയാൽ മതി. ഫ്രണ്ടൽ ലൊബക്ടമി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതങ്ങ് മാറ്റിക്കളഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. പക്ഷേ അത് കഴിഞ്ഞ് ഉടനെ മനസ്സിലായി, അങ്ങനെ ആയാൽ മനുഷ്യനൊരു വെജിറ്റബിളായിത്തീരും, പച്ചക്കറി പോലെ ആയിത്തീരും. അവനെക്കൊണ്ട് ഒന്നിനും മനുഷ്യത്വമില്ലാതായിത്തീരും. അപ്പോൾ കോപത്തിനും അതിൻ്റേതായ ഇടമുണ്ട്. പക്ഷെ പ്രശ്നം വരുന്നത് കോപം ഉള്ളത് കൊണ്ടല്ല, കോപം എപ്രകാരം നിയന്ത്രിക്കണമെന്ന്, ഏത് വിധത്തിൽ അതിൻ്റെ എനർജി, അതിൻ്റെ ഊർജം പ്രയോജനപ്പെടുത്തണമെന്ന് അറിയാൻ വയ്യാഞ്ഞിട്ടാണ്. ഇപ്പോൾ യേശുവിന് കോപം ഉണ്ടായിരുന്നുവോ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ദേവാലയം ശുദ്ധീകരിക്കുമായിരുന്നില്ല. ലൗദോക്കിയ സഭയെപ്പറ്റി ഉള്ള ഏറ്റവും വലിയ നിന്ന എന്താണ്? കോണ്ടംനേഷൻ എന്താണ്? നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. നീ ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിഴ്ന്നുകളെ ഞാൻ തുപ്പിക്കളയും എന്നല്ലേ പറയുന്നത്. അപ്പോൾ തീർച്ചയായും ഇങ്ങനെ ആ കോപം അല്ലെങ്കിൽ ഇൻഡിഗ്നേഷൻ, ധാർമ്മികമായ രോഷം, അതിൻ്റേതായ ഇടമുണ്ട്. പക്ഷേ അത് നിയന്ത്രണം കടിഞ്ഞാണില്ലാതായപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഒരു കുതിരയെ, ഇപ്പോൾ നമുക്കറിയാം, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന് 16 വയസ്സ് പ്രായമുള്ളപ്പോൾ ഉള്ള സംഭവം നാം കേട്ടിട്ടുണ്ട്. ബുസിഫാലസ് എന്ന് പറയുന്നൊരു കുതിര അദ്ദേഹത്തിൻ്റെ പിതാവായ ഫിലിപ്പ് ഓഫ് മാസിഡോണിയയ്ക്ക് സമ്മാനിക്കപ്പെട്ടു. അതിനെ ഉപയോഗിക്കാനായിട്ട് രാജാവിൻ്റെ ഒരു പടനായകന്മാർക്കും കഴിയാതെ വന്നപ്പോൾ രാജകുമാരനായിരുന്ന അലക്സാണ്ടർ പറഞ്ഞു, അതിനെ ഒന്ന് പരീക്ഷിക്കാൻ എനിക്ക് അനുവാദം തരണം. അദ്ദേഹം അതിനെ അനായാസമായി മെരുക്കി ഉപയോഗിച്ചു. അത് ആജീവനാന്തം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു.
അത് ലോക ചരിത്രത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കുതിരയായി പരിണമിച്ചു. അപ്പോൾ ആ കുതിരയ്ക്ക് ശക്തിയുണ്ട്, അല്ലെങ്കിൽ അത് മറ്റുള്ള കുതിരകളെക്കാൾ നിയന്ത്രിക്കാൻ പ്രയാസമാണ് എന്നത് അതിൻ്റെ ഗുണമാണോ ദോഷമാണോ? അത് ആരാ കുതിരയെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അലക്സാണ്ടർ നോക്കിയപ്പോൾ അത് ആ കുതിരയുടെ ഏറ്റവും വലിയ മഹിമയും സാധ്യതയുമാണ്. മറ്റുള്ളവർ നോക്കിയപ്പോൾ അത് ആ കുതിരയുടെ ന്യൂനതയാണ്, അപകടമാണ്. അതുകൊണ്ട് അലക്സാണ്ടറുടെ അപ്പനായ ഫിലിപ്പ് ഈ കുതിരയെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് രാജ്യത്ത് നിന്ന് വെളിയിൽ കളയണമെന്ന് തീരുമാനിച്ചപ്പോഴാണ് മകനായ അലക്സാണ്ടർ പറയുന്നത്, എന്നെ ഒന്ന് അനുവദിക്കണം. അപ്പോൾ ഇത് ജീവനില്ലാത്തൊരു കുതിരയെ കൊണ്ടുവച്ചാൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ അതുകൊണ്ട് പ്രശ്നവുമില്ല പ്രയോജനവുമില്ല. അപ്പം ഇത് നാം പ്രത്യേകം മനസ്സിലാക്കുക. അതേസമയം തന്നെ അത് മാത്രമേ ഉള്ളൂ, ഇപ്പോൾ വീര്യം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഭുജബലം മാത്രമേ ഉള്ളൂ, മറ്റ് വികാരമില്ല, സ്നേഹമില്ല, കരുണയില്ല, നീതിബോധമില്ല, ഒന്നുമില്ല, മനുഷ്യത്വമൊന്നുമില്ല, അല്ല ഇറുക്ക് മുഷ്ടിയുണ്ട് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഭ്രാന്താണ്. അങ്ങനെയുള്ളവർ വാസ്തവത്തിൽ ഭൂതഗ്രസ്തർ തന്നെയാണ്. അതാണ് ഇന്നത്തെ വിവക്ഷ. അപ്പോൾ ഇപ്പോൾ സാത്താൻ എന്ന് പറയുന്ന ആ ഒരു മർമ്മം വേദപുസ്തകത്തിൽ എങ്ങനെയാണ് പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത്? അത് ഏകമർമ്മം. അതായത് എവിടെയൊക്കെ നന്മ കണ്ടാൽ അത് ഏറ്റവും പെട്ടെന്ന് എത്രയോ സമൃദ്ധമായി വികൃതമാക്കാം, അട്ടിമറിക്കാം എന്ന് മാത്രം ചിന്തിച്ച് മനസ്സേകാഗ്രമാക്കി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു മർമ്മത്തിൻ്റെ പേരാണ് സാത്താൻ എന്നുള്ളത്. എന്നാൽ മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കണം? മനുഷ്യൻ്റെ ഉള്ളിലും ഈ സാത്താനുണ്ട്. അത് നാം അറിയുന്നതിന് വേണ്ടിയാണ് പത്രോസിനെ നോക്കിയിട്ട് സാത്താനെ എന്നെ വിട്ടു പോകും എന്ന് യേശു പത്രോസിനോട് പറയുമ്പോൾ പത്രോസിൻ്റെ അവസ്ഥ എന്താണ്? ഏക ചിന്ത മാത്രം. യേശുവിനോട് പറയുന്നു, ശിഷ്യന്മാരോട് ആഗമനമായി പറയുന്നു, മനുഷ്യപുത്രൻ യെരൂശലേമിലേക്ക് പോകുവാനും അവിടെ പിടിക്കപ്പെടുവാനും ക്രൂശീകരിക്കാനുള്ള നാൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പത്രോസിൻ്റെ ചിന്തയും അവൻ്റെ വികാരവും എല്ലാം ഒരേ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് ഒരു വിധത്തിലും ഇത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ് യേശുവിനെ അവൻ ശകാരിക്കുകയാണ്, അവൻ നിയന്ത്രണം വിട്ട് സംസാരിക്കുകയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, സാത്താനെ എന്നെ വിട്ടുപോകും. ഇതാണ് പൈശാചികമായ മർമ്മം എന്നത് നാം തിരിച്ചറിയണം. ഇപ്പോൾ പണക്കൊതി വന്നു കഴിഞ്ഞാൽ അത് ഭ്രാന്താണോ ഭൂതബാധയാണോ നിങ്ങൾ പറയും. എനിക്ക് യാതൊരു സംശയമില്ല. പണക്കൊതി ഭ്രാന്തും ഭൂതബാധയും സാത്താന്യ മർമ്മവുമാണ്. അതിനെപ്പറ്റി എനിക്ക് യാതൊരു സംശയവുമില്ല. അത് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടോ? നിശ്ചയമായിട്ടുമുണ്ട്. എല്ലാവരുടെയും ഉള്ളിൽ എപ്പോഴും സ്ഥിതി ചെയ്യുന്ന സാധ്യതകൾ മാത്രമാണ് ഈ ഭ്രാന്തെന്നും ഭൂതമെന്നും സാത്താനെന്നൊക്കെ നമ്മൾ പറയുന്നത്. നമുക്ക് വെളിയിൽ പ്രവർത്തിക്കുന്ന സ്ഥിതി എന്നൊരു മർമ്മമേ അല്ല. ഈ മർമ്മം ഉള്ളിൽ പ്രവർത്തിക്കാത്ത ഒരു വ്യക്തിയും ഈ ഭൂമിയുടെ പരപ്പിലില്ല. ഇത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അതേസമയം നമുക്ക് സംഭവിക്കാവുന്ന അപകടം എന്താണ്? ഇതുണ്ട് എന്നുള്ളതല്ല അപകടം, ഇത് മാത്രമേ ഉള്ളൂ, അതാണ് അപകടം. ഞാൻ ആവർത്തിക്കട്ടെ, ഇതുണ്ട് എന്നുള്ളതല്ല അപകടം, ഇത് മാത്രമേ ഉള്ളൂ എന്നതാണ് അപകടം. ഉദാഹരണമായിട്ട് ചില സാഹചര്യങ്ങളിൽ നമുക്ക് മറ്റെല്ലാറ്റിനെയും മറന്ന ഒരേ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടി വരും. ഉദാഹരണമായിട്ട് പെരയ്ക്ക് തീ പിടിച്ചു, അല്ലെങ്കിൽ കുഞ്ഞ് മകനോ മകളോ നിരത്തിലേക്ക് ഓടിപ്പോകുന്നു. ആ സമയത്ത് ഞാൻ വായിച്ചിരിക്കുന്ന പുസ്തകം വായിച്ച് തീർത്തിട്ട് ഞാൻ കുഞ്ഞിനെ ഒന്ന് പിടിച്ചോളാം എന്ന് നമ്മൾ പറയില്ല. പുസ്തകം വലിച്ചെറിഞ്ഞിട്ട് എല്ലാം മറന്ന് നമ്മൾ ആ കുഞ്ഞിലേക്ക് ഓടും. അത് വളരെ ആവശ്യമാണ്. പെരയ്ക്ക് തീ പിടിക്കുമ്പോൾ പെരയ്ക്ക് എന്താണ് തീ പിടിക്കുന്നത് എന്നതിനെപ്പറ്റി നമുക്കൊരു സെമിനാർ നടത്താം. ഒന്നാരും പറയാറില്ല. എന്തെല്ലാം വിധത്തിൽ തീ കെടുത്താമോ അത് മാത്രം ശ്രദ്ധിച്ച് ഒരേ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് നാം പ്രവർത്തിക്കും, അല്ലേ? ഇപ്പോൾ രാത്രിയിൽ വീട്ടിൽ കള്ളൻ കയറുന്നു. അതുകൊണ്ട് കള്ളൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? എന്തുകൊണ്ടാണ് മനുഷ്യർ കള്ളന്മാരാകുന്നത് എന്നതിനെപ്പറ്റി ഒരു ഉപന്യാസം എഴുതി കഴിഞ്ഞ് കള്ളനെ പിടിക്കാം, അല്ലെങ്കിൽ അയലത്തുകാരെ ഒന്ന് പിടിച്ചുണർത്താം എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ വലിയ പോലെ ശബ്ദം ഉണ്ടാക്കി അയലത്തുകാരെയൊക്കെ അത് ഉണർത്തി കള്ളനെ ഒന്ന് ഓടിക്കാൻ ശ്രമിക്കും.
അപ്പം മനസ്സേകീകരിച്ച് ഒരേ ഒരു വികാരത്തിൻ്റെ മാത്രം സ്വാധീനത്തിൽ ഇൻഫ്ലുവൻസിൽ പ്രവർത്തിക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. പക്ഷേ അങ്ങനെയുള്ള അവസരങ്ങൾ വളരെ അപൂർവമാണ്. ജീവിതത്തിൽ മുഴുവനും അങ്ങനെ പ്രവർത്തിക്കുകയുള്ളൂവെങ്കിൽ അവന് ഭ്രാന്തനാണ്, അവന് ഭൂതഗ്രസ്തനാണ്, അവനെ നിയന്ത്രിക്കുന്ന തത്വത്തിൻ്റെ പേര് പിശാചെന്നാണ്, സാത്താൻ എന്നാണ്, യാതൊരു സംശയവുമില്ല. അപ്പോൾ മനുഷ്യരായ നാം എന്ത് ചെയ്യണം? നമ്മുടെ വ്യക്തിത്വം വിവിധമായ മർമ്മങ്ങൾ ഒരേ സമയത്ത് പ്രവർത്തിച്ച് അവ പരസ്പരം നിയന്ത്രിച്ച് ഒരു സന്തുലിതയിൽ നമ്മെ നിലനിർത്തുന്ന ഒരു സങ്കീർണമായ അവസ്ഥയുടെ ഉടമകളാണെന്ന് മനസ്സിലാക്കണം. ഉദാഹരണമായിട്ട് മനുഷ്യരുള്ളൊരു പ്രത്യേകത, നാം ഒരു കാര്യത്തിൽ താല്പര്യമെടുക്കുമ്പോൾ അതിൽ നിന്ന് തുലവും വ്യത്യസ്തമായ സാഹചര്യം നമ്മെ കൂടുതൽ ശക്തമായി സ്വാധീനിക്കാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങോട്ട് പോകണം എന്ന് തീരുമാനിച്ചാൽ, അല്ല ഇങ്ങോട്ടാണ് പോകേണ്ടത് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ നാം അറിയാതെ വരും. അത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. ഒരു മൃഗത്തിനും അങ്ങനെ വരികയില്ല. അതുകൊണ്ടാണ് അങ്ങോട്ട് പോകണമോ ഇങ്ങോട്ട് പോകണമോ എന്നാലോചിച്ച് ഇങ്ങനെ ആളുകൾ കർത്താവതി മൂഢരായി ചില സാഹചര്യങ്ങളിൽ ഇരുന്ന് പോകും. ഇപ്പോൾ അങ്ങനെ ഒരവസ്ഥയെ ചിത്രീകരിച്ച് വിശ്വപ്രസിദ്ധമായ ഒരു സാഹിത്യകൃതിയുണ്ട്. അതിൻ്റെ പേര് ഹാംലെറ്റ് എന്നാണ്. ഷേക്സ്പിയറുടെ വളരെ വിഖ്യാതമായ കൃതികളിലൊന്നാണ് ഹാംലെറ്റ്. ടു ബി ഓർ നോട്ട് ടു ബി, ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. ഞാൻ ആത്മഹത്യ ചെയ്യണമോ അതോ ഞാൻ ജീവിക്കണമോ? അങ്ങനെ ഒരു അവസ്ഥ ഒരു മൃഗവും പ്രാപിക്കുകയില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഹാംലെറ്റ് കടന്നു വരുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിനൊരു സാഹചര്യത്തോട് പ്രതികരിക്കുമ്പോൾ ആദ്യം അനുഭവിക്കുന്ന അവസ്ഥയ്ക്ക് വളരെ വ്യത്യസ്തമായ മറ്റൊരവസ്ഥ കൂടെ അനുഭവിക്കാനുള്ള കഴിവുണ്ട് അദ്ദേഹത്തിന്. അത്രമാത്രം വളർച്ചയുള്ളത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ഏത് സാഹചര്യത്തിലും ഒരേ ഒരു വികാരത്തിൻ്റെ അടിമയായി അത് നമ്മെ മുഴുവനും നിയന്ത്രിച്ച് നമ്മെ കൊണ്ട് ബുദ്ധിയില്ലാത്ത സംസ്കാരശൂന്യമായ വിധത്തിൽ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. അത് മാത്രമേ നമ്മെക്കൊണ്ട് സാധിക്കുകയുള്ളൂ എങ്കിൽ നമ്മുടെ അവസ്ഥ ഭ്രാന്തിൻ്റെ അവസ്ഥയാണ്, ഭൂതഗ്രസ്തൻ്റെ അവസ്ഥയാണ്, നാം സാത്താൻ്റെ അടിമയാണ് എന്ന് തന്നെയാണ്. എന്നാൽ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് തുലവും വ്യത്യസ്തമായൊരവസ്ഥയിലേക്കുള്ള ഒരു പുരോഗമനത്തിന്, ഒരു മനം മാറ്റത്തിന് നമുക്ക് സാധ്യതയുണ്ടെങ്കിൽ അതാണ് വിടുതലിൻ്റെ മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഭ്രാന്തെന്ന് പറഞ്ഞ അവസ്ഥയുണ്ടോ? ഭ്രാന്തന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും ഒരേ വിധത്തിലാണ്, യാതൊരു വ്യത്യാസമുണ്ടാകുകയില്ല. ഹൈലി പ്രെഡിക്റ്റബിൾ. ഇപ്പോൾ ഭ്രാന്തൻ ഇങ്ങനെ ആയിരിക്കുമെന്ന് നമുക്കറിയാം, അങ്ങനെ ആയിരിക്കത്തുള്ളൂ എന്ന് നമുക്കറിയാം. ഇനി ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. നിങ്ങൾ മതമേഖലയൊന്ന് പരിശോധിച്ചാൽ ഇത് തന്നെയാണ്. ഇങ്ങനെ മാത്രം ഒരേ ഒരു വിധം ഈ ഒരേ ഒരു വിധത്തിൽ വരുന്ന പ്രശ്നം എന്താണെന്നറിയാം. അതുകൊണ്ട് വ്യക്തികൾക്ക് ഒരു വിധത്തിലും വളരുവാൻ സാധ്യമല്ല. നാം നമ്മുടെ ജീവിതത്തിൽ വളർന്നത് മുഴുവനും വിവിധമായ സ്വാധീനങ്ങൾ നമ്മളിൽ വന്ന് പതിച്ചത് കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ ഭവനങ്ങളിൽ മാത്രം തങ്ങി നിന്നിരുന്നുവെങ്കിൽ നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ ബോധതലങ്ങൾ വളരുന്നതിൽ വളരെ പരിമിതി ഉണ്ടായിരിക്കുമായിരുന്നു. അതുകൊണ്ട് നാം ഭവനത്തിന് വെളിയിലേക്ക് വരിക എന്നത് നമ്മുടെ അത്യാവശ്യമാണ്. ഇപ്പം പല ആളുകളും അവരുടെ മക്കളെ പോഷ് സ്കൂൾ, ഏറ്റവും ചിലവ് കൂടിയ സ്കൂളിൽ കൊണ്ട് ചേർക്കാനായിട്ട് ശ്രമിക്കുക. അതിനകത്തൊരു പ്രശ്നമുള്ളത്, അങ്ങനെയുള്ള സ്കൂളിൽ വരുന്ന കുട്ടികൾ ഏതാണ്ട് സമാനമായ ഭവനങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അവരുടെ ഇടയിൽ ഈ വൈവിധ്യങ്ങൾ, ഡൈവേഴ്സിറ്റി ഫാക്ടർ വളരെ കുറവായിരിക്കും. അങ്ങനെ സമാനമായ വിധത്തിൽ മാത്രം അനുഭവത്തിൽ കഴിഞ്ഞുകൂടുന്ന കുട്ടികൾക്ക് വിവിധ രീതിയിൽ വളരുവാൻ സാധ്യമല്ല. പണ്ടൊക്കെ എൻ്റെ കാലത്ത്, ചെറുപ്പകാലത്ത് ഒരു ക്ലാസ് നോക്കിയാൽ പല വിധത്തിലുള്ള ആളുകളാണ്. പട്ടിണി പാവങ്ങൾ തൊട്ട് സാമാന്യമായ തലയെടുപ്പുള്ള വിഭാഗത്തിൽ നിന്ന് വരുന്ന ആളുകൾ, വിവിധ മതത്തിൽ നിന്നുള്ള ആളുകൾ, വിവിധ ചിന്താഗതിയിൽ നിന്നുള്ള ആളുകൾ, വൈവിധ്യങ്ങളുടെ ഒരു പൂന്തോട്ടമായിരുന്നു ക്ലാസ് റൂം. ഇന്നങ്ങനെയല്ല. പ്രത്യേകിച്ച് ഈ വലിയ വലിയ പ്രശസ്തി ആർജിച്ച സ്കൂളുകളിലും കോളേജിലും വരുമ്പോൾ, ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ ചുമതലയെടുത്തപ്പോൾ ആദ്യം നിശ്ചയിച്ചത്, അന്ന് കോളേജ് വളരെ
എന്താണ് ഹോമോജനസ് ആയിരുന്നു. യാതൊരു വ്യത്യാസവുമില്ല. എല്ലാവരും പണക്കാരൻ്റെയും വലിയ വലിയ ആളുകളുടെ മക്കൾ മാത്രം പഠിക്കുന്നു. അവിടെ ഒരു വൈവിധ്യം കൊണ്ടുവരിക എന്നത് എൻ്റെ ഏറ്റവും വലിയ കടമയായിരുന്നു. ഞാനത് ചെയ്തപ്പോൾ എനിക്ക് സഹിക്കേണ്ടി വന്ന തിരിച്ചടികൾ ഭീകരമായിരുന്നു എന്ന് എന്നെ അറിയാവുന്നവർക്കും അറിയാം. അപ്പോൾ ഇത് മതത്തിലും മേലേക്കിടെ വരേണ്യവർഗത്തിൻ്റെ, സാമൂഹ്യ വരേണ്യവർഗത്തിൻ്റെ ഒരു ഭ്രാന്താണ്. മതഭ്രാന്തി തന്നെയാണ്. ഇപ്പോൾ ഒരു സഭ, അതിൻ്റേതായ പാരമ്പര്യം, അത് മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞൊരു ഭ്രാന്താണ്. ഇപ്പോൾ പ്രാർത്ഥിക്കണമെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞ് മാത്രം പ്രാർത്ഥിക്കണം, അതൊരു ഭ്രാന്താണ് വാസ്തവത്തിൽ. അല്ലെങ്കിൽ ആരാധന പൂർത്തിയാണെങ്കിൽ ഒരു 2 ബാറയ്ക്ക് മോറാണെങ്കിലും അടിച്ചിരിക്കണം, അത് വാസ്തവത്തിൽ ഭ്രാന്ത് തന്നെയാണ്. എന്നാൽ ഭ്രാന്തിൻ്റെ ഏറ്റവും നാടകീയമായ ആവിഷ്കാരമാണ് ഈ മറുഭാഷ പറയുന്നത്. ആ മറുഭാഷ പറയുന്ന ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ ഭാഷ തന്നെ ചുരുങ്ങി 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 എല്ലാം കൂടെ കൂടിപ്പോയാൽ 7 ശബ്ദം 6 ശബ്ദം. ഒരു ഭാഷയുടെ മാഹാത്മ്യം അതിൻ്റെ വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളുമാണ്. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ആഗോള ഭാഷ എന്ന് നിങ്ങൾക്കറിയാം? ലോകത്തിലേക്ക് ഏറ്റവും വികസിച്ച ഭാഷ അതാണ്. കാരണം അത് വിവിധ രാജ്യങ്ങളിൽ നിന്ന്, വിവിധ സംസ്കാരങ്ങളിൽ നിന്ന്, വിവിധ കാലഘട്ടങ്ങളിൽ വലിയ 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 സംഭാവനകൾ സ്വീകരിക്കുകയും അതിൻ്റെ സാധ്യതകൾ അതിലില്ലാതെ വികസിപ്പിക്കുകയും ചെയ്തതുകൊണ്ടാണ്. എന്നാൽ ഇന്ന് ഭാരതത്തെ നയിക്കുന്ന കാഴ്ചപ്പാടെന്താണ്? എല്ലാം ഒരുപോലെ, ഒരേ അച്ചിൽ നിന്ന് വരണം. ഒരു ഭാഷ, ഒരു കൾച്ചർ, ഒരു ലാംഗ്വേജ്, 1 നേഷൻ. ഈ നേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം കൺട്രി, രാജ്യമെന്നല്ല, പീപ്പിൾ ഗ്രൂപ്പ് എന്നാണ്. അത് ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. 1 നേഷൻ, 1 റിലിജൻ, 1 കൾച്ചർ എന്ന സംഘപരിവാർ പറയുമ്പോൾ അതിലെ അപകടം വേണ്ടതുപോലെ ഇന്നും തിരിച്ചറിയുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ മെത്രാന്മാർ വിവരദോഷികൾ ആയിപ്പോയാൽ എന്ത് ചെയ്യും? ഈ 1 നേഷൻ എന്ന ആശയം വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് വീരസഭാക്കർ ഹിന്ദുത്വം എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനായിട്ടിപ്പോൾ അത് പറയുന്നില്ല. അത് ഗുരുഗോൾക്കറിൻ്റെ കൃതികളിലുമുണ്ട്. അതൊന്നും മനസ്സിലാക്കാതെ പശുക്കിടാവിനെ പോലെ ചാടി നടക്കുകയാണ്. പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ഈ മറുഭാഷ നമ്മളൊന്ന് പരിശോധിച്ചാൽ അതിലെന്താണുള്ളത്? ചില ശബ്ദങ്ങൾ മാത്രം. അത് ഒരാൾ മറുഭാഷ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഭ്രാന്തന്മാരെ നമുക്ക് എപ്രകാരം വിലയിരുത്താൻ കഴിയും, അവരെന്ത് പറയും, എപ്രകാരം പ്രവർത്തിക്കും. ഇപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊരു ഭ്രാന്തൻ ഭ്രാന്തൻ ജോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അയാളെപ്പോഴും ഇങ്ങനെയാണ് നിൽക്കുന്നത്, ഒരു കൈ ഇങ്ങനെ പൊക്കി. ഭ്രാന്തൻ ജോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെ കൈ പൊക്കും. അപ്പോൾ ദൂരെ നിന്ന് നമുക്കറിയാം ഇങ്ങനെ കൈ പൊക്കിയാൽ നിൽക്കുന്നോ അവൻ ഭ്രാന്തൻ ജോണാണ്. ഭ്രാന്തൻ എന്നല്ല പറഞ്ഞാൽ അത് ഭ്രാന്തൻ ജോൺ എന്നാണ് പറഞ്ഞിട്ടുണ്ട്. ചില ഭ്രാന്തന്മാരുണ്ട്, അതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് വലിയ ശബ്ദത്തിലായിരിക്കുന്നില്ല. ചില ഭ്രാന്തന്മാർ അത് അലറി വിളിച്ച് പറയുന്നവരുണ്ട്. അങ്ങനെ അലറി വിളിച്ച് പറഞ്ഞു നടക്കുന്ന ഭ്രാന്തരും അവൻ്റെ അലറി വിളിച്ച് പറയുന്ന കാര്യങ്ങൾ വളരെ പരിമിതമായിരിക്കും, വളരെ വളരെ പരിമിതം. അതും മറുഭാഷയും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല എന്ന പച്ച പരമാർത്ഥമാണ്. ഇതൊരു തരത്തിലുള്ള ഭ്രാന്താണ്. പക്ഷേ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അതിൽ ദൈവികത്വം കണ്ടെത്തിയാൽ നമ്മൾ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിനെ അപമാനിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഈ മറുഭാഷ പറയുന്നത്. അപ്പം അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക, മതത്തിലും രാഷ്ട്രീയത്തിലുമൊക്കെ വളരെയധികം ഭ്രാന്തും ഭൂതബാധയും സാത്താൻ്റെ പ്രവൃത്തികളുമുണ്ട്, യാതൊരു സംശയമില്ല. അതിൻ്റെ മൂലമർമ്മം ഇതാണ്. മറ്റെല്ലാറ്റിനെയും മാറ്റി ഒരേ ഒരു ധാതുവിൽ, ഒരേ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ച് ബാക്കി ഒന്നിനും ഇടമില്ല. ഇപ്പം ചിലർക്ക് കോപം കൊണ്ട് ഭ്രാന്ത് പിടിക്കും, അങ്ങനെ നമ്മൾ പറയാറുണ്ട്. ആ ഭ്രാന്ത്, കോപം കൊണ്ട് ഭ്രാന്ത് പിടിക്കും ഓർത്താണ്. ആ കോപം വന്നു കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ മുഴുവനും മറന്ന് ആ കോപം എന്ന് പറയുന്ന വികാരത്തിൻ്റെ അടിമയായി മാത്രം ആ അവസ്ഥയിൽ പ്രവർത്തിക്കുമ്പോൾ എന്തും ചെയ്യും. ഒരു ഭ്രാന്തം ചെയ്യുന്ന പോലെ മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കൂ. കാരണം എന്താണ്? ഒരേ ഒരു വികാരത്തിൻ്റെ അടിമ ആയതുകൊണ്ട്. മൃഗങ്ങൾ അങ്ങനെയാണ് പ്രവർത്തിക്കുക. ഇപ്പോൾ ഒരു പുലി, അവിടെ ഒരു മാൻ നിൽക്കുന്നത് കണ്ടു. ആ മാനെ കണ്ടു കഴിയുമ്പോൾ ആ പുലിയുടെ അല്ലെങ്കിൽ കടുവയുടെ അവസ്ഥ എന്താണ്? ഒരേ ഒരു വികാരം അവരെ 100% നിയന്ത്രിക്കുന്നു. പിന്നെ അതിനറിയാവുന്ന എങ്ങനെയെങ്കിലും അതിനെ പിടിക്കണം. അപ്പോൾ അതിനെ പിടിക്കുന്നത് വരെ
കൊന്ന് കയ്യിലാക്കുന്നത് വരെ നമുക്ക് വേണമെങ്കിൽ പറയാം ആ പുലിക്ക് ഭ്രാന്താണ്, ആ കടുവായ്ക്ക് ഭ്രാന്താണ്. അതുകൊണ്ടാണ് അത് അതുപോലെ ഓടിച്ചാടി പിടിക്കുന്നത്. അപ്പം അങ്ങനെ പ്രവർത്തിക്കുന്ന അവസ്ഥ മനുഷ്യന് വീണ്ടും വിചാരമുണ്ടാകും. മനുഷ്യനാണെങ്കിൽ ആ ഇരയുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അതിനോട് അനുകമ്പ തോന്നണമെന്ന് നമുക്ക് തോന്നും. ഇപ്പോൾ യേശു പഠിപ്പിച്ച നല്ല ശബരിക്കാരൻ്റെ ഉപമയിൽ മുറിവേറ്റ് കിടന്ന മനുഷ്യനെ കണ്ട് എന്തുകൊണ്ടാണ് പുരോഹിതൻ മുഖം തിരിഞ്ഞു പോയത്? ഇതേ മർമ്മമാണ്. അവന് മറ്റ് വികാരങ്ങളില്ല. ആകെപ്പാടെ എന്താണ്, അവിടെ കിടക്കുന്ന വ്യക്തി എൻ്റെ പള്ളിയിലെ അംഗമാണോ? അല്ല, എന്നാൽ ഞാൻ പോകുന്നത് പിടിച്ചു. ഇതിനപ്പുറം ചിന്തിക്കാൻ ഒരു പുരോഹിതനും സാധ്യമല്ല. സൂചന എവിടെയുണ്ട്? പുരോഹിതനാണോ അവനിങ്ങനെ അവന് ഇതേ പ്രതീക്ഷിക്കാവും എന്ന്. ഏതായാലും ഭ്രാന്തുണ്ടോ? ഉണ്ട്. ഭൂതബാധയുണ്ടോ? ഉണ്ട്. സാത്താനുണ്ടോ? ഉണ്ട്. പക്ഷെ അതിങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊരു അഭിപ്രായമുണ്ട്. ഇനിയും വളരെയധികം കാര്യങ്ങൾ സംബന്ധമായിട്ട് വെളിപ്പെടുത്താനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ 31 മിനിറ്റ് ആയതുകൊണ്ട് ഞാൻ ഇനിയും അല്പം പോലും ദീർഘിപ്പിക്കാതെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഏവർക്കും എൻ്റെ വിനീതമായ കുറിപ്പുകൾ.